ഇരിക്കുന്നില്ല. അഞ്ചാമത്തെ ഭയങ്കര ഉറക്കമാണ്. ഇതിപ്പോ ഇന്ന് മുസ്ലിം പെണ്ണിന്റെ കാര്യമോർത്തിട്ട് ഇന്ന് കരയാണ് ആളുകൾ. എടാ, ഒരു പെണ്ണിന്റെ വേദന അറിയണമെങ്കിൽ കേവലം പെണ്ണ് കിട്ടണ്ടേ? വേണ്ടേ? പെണ്ണിന്റെ കണ്ണീരിനെ പറ്റി കരയുന്നവന് പെണ്ണ് കെട്ടണ്ടേ? എങ്കിലല്ലേ ഒരു പെണ്ണിന്റെ വില അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിന് ചെലവ് കൊടുക്കണ്ടേ? അത് ചെയ്യാതെ മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് കാണാൻ വേണ്ടി കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എവിടെ പോയാലും ചാനലുകളുടെ മുമ്പില്, രാപ്രസംഗങ്ങളില്, അതുപോലെ തന്നെ പിന്നെ ചാനൽ ചർച്ചകളിലൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് പറയാ, പാവം ഞങ്ങളുടെ സഹോദരിമാരാ, ആ സഹോദരിമാര് പന്നിയെ പ്രസവിക്കുമ്പോൾ തെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞവന്റെ കയ്യിൽ കയ്യാമം വെച്ചിട്ട് അരമണിക്കൂറൊന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാറ് ചങ്കൂട്ടമുള്ള ഒരുത്തൻ ഈ രാജ്യത്തില്ലാതെ വരുമ്പോഴാണ് മുസ്ലിം പെണ്ണിന്റെ കണ്ണീരിനെ പറ്റി കരയുന്നത്. അല്ലേ? മുസ്ലിം പെണ്ണ് പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞവനെ ഒരമണിക്കൂറൊന്ന് ജയിലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്താനുള്ള മനസ്സും ധൈര്യവും ചങ്കൂട്ടും ആണത്തോ ചങ്കുറപ്പും ഇല്ലാതെ പോയ ഭരണാധികാരികളാണ് മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് കരയുന്നത്. ഞങ്ങളുടെ പെണ്ണുങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ നോക്കിക്കൊള്ളാം, ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കണ്ണീര് നോക്കാൻ ഇവിടെ ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് 4 പെണ്ണ് കെട്ട അനുവാദം കൊടുക്കുന്നതാണ്. അല്ല, ഒരു പെണ്ണ് കെട്ടുന്നതിന് പോലും ഇസ്ലാം നിയമം വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം. എന്ത് നിയമമാ വെച്ചത്? നിനക്ക് നല്ല ആരോഗ്യമുണ്ടോ? ഉണ്ട്. ആഗ്രഹമൊക്കെ വല്ലതും ഉണ്ടോ? മനസ്സിൽ ഉണ്ട്. വല്ലതും ചാപ്പാട് കൊടുക്കാനുള്ള പൈസ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ പോയി പെണ്ണ് കെട്ടിക്കോ. ഒറ്റ പെണ്ണിന്റെ കാര്യം ഈ പറയുന്നത്. അള്ളാഹുവെ, ആഗ്രഹമൊക്കെ കൂടുതലാണ്, ആരോഗ്യത്തിനും കുറവൊന്നുമില്ല, പക്ഷെ കൊടുക്കാൻ ഒന്നുമില്ല. നബി പറഞ്ഞു, എന്നാ മര്യാദയ്ക്ക് നോമ്പും പിടിച്ചിട്ട് തക്കാവി പോയി. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഫഅലൈഹി ബിസ്സൗം, നോമ്പും പിടിച്ചിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോയി. നീ പെണ്ണ് കെട്ടണ്ട, നിനക്ക് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമൊന്നുമില്ല, പോയി ശവം പോലെ കിടക്കാനേ പറ്റൂ, എന്നാ നീ പെണ്ണ് കെട്ടണ്ട. അല്ലെങ്കിൽ ആരോഗ്യമുണ്ട്, പൈസയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ആഗ്രഹമില്ല, എന്നാ നീ പെണ്ണ് കെട്ടണ്ട. ഇത് 3 ഒത്തിണങ്ങി വരുമ്പോഴാണ് നിനക്കൊരു പെണ്ണ് കെട്ടാൻ, നിനക്ക് പെണ്ണ് കെട്ടാൻ ഇസ്ലാമോ ഇനി ഒന്നുകൂടെ കെട്ടണമെന്ന് തോന്നി, ഒന്നുകൂടെ കിട്ടണമെന്ന് തോന്നി. അപ്പൊ നീ ഒന്നുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ വീട്ടില് വാളയും അടുത്ത ഭാര്യയുടെ വീട്ടിൽ വേളയും വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നീ ഒരു വശം ചരിഞ്ഞവനായിട്ട് വരും. നിസ്സാരമല്ല. ഒരുത്തിയുടെ വീട്ടിൽ നീ ലൈഫ് ബോയ് പോത്തനെ കുളിപ്പിക്കുന്ന സോപ്പും ഒരുത്തിയുടെ വീട്ടിൽ പന്നിനെ ചേർത്ത ലക്ഷ സോപ്പും വാങ്ങിക്കൊണ്ട് കൊടുത്തു. രണ്ടിലും നീ നീതി പുലർത്താൻ കഴിഞ്ഞില്ല. ഒരു വീട്ടിൽ കപ്പപ്പഴവും മറ്റേ വീട്ടിൽ ചെറിയ പഴവും വാങ്ങിക്കൊണ്ട് കൊടുത്തു, നീതി പുലർത്തിയിട്ടില്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ഒരുത്തിയുടെ വീട്ടിൽ 2 മണിക്കൂർ കിടന്നു, മറ്റേ ഒരുത്തിയുടെ വീട്ടിൽ 1 മണിക്കൂറേ കിടന്നു. പ്രശ്നമാണ്. ഇത് ഇസ്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും പഠിക്കാതെ മുസ്ലിം പെണ്ണിന്റെ കണ്ണീര്. നമ്മുടെ കുറെ താത്താമാരുണ്ട്, ആ താത്താമാരെയൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. നമ്മളല്ല, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. താത്താമാര് ചാനലിന്റെ മുമ്പ് കയറിന്നിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുക. ഒന്നീ മദ്രസയിൽ പോകണം, അല്ലെങ്കിൽ മദ്രസയിൽ പോയ ആളിന്റെ വീട്ടിന്റെ അടുത്ത് താമസിക്കണം. ഇതൊന്നും ചെയ്യാതെ ചാടി കയറി നിന്നിട്ട് ഒരു ഖേദകരമായ ഒരു കാര്യം പറയാ. ഇന്ന് മുസ്ലിം പ്രശ്നങ്ങൾ വരുമ്പോ ഞാൻ എന്നെ അടുത്ത വർഷം വാതിന് വിളിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു സ്ഥലത്തും പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പറയുന്നു, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രശ്നങ്ങളുടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലുകാർ ഇന്ന് വരെ നിഷ്പക്ഷമായി സംസാരിക്കുന്ന ഒരു മുസ്ലിം ആളിനെയും ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഭാഗങ്ങളിലോട്ട് ചാഞ്ഞു നിന്നുകൊണ്ട് ചരിഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കുന്നവരാണ്. ഇൽമ പഠിച്ച വിവരമുള്ള പാണ്ഡിത്യമുള്ള ഒരുപാട് പണ്ഡിതന്മാര് സമസ്ത 3 വിഭാഗമുണ്ട്. ദക്ഷിണയുണ്ട്. ഇതിൽ നിന്നൊരു പണ്ഡിതനെ, കെൽപ്പുള്ള പണ്ഡിതനെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ടൊന്ന് ചർച്ച ചെയ്യാൻ ഇന്ന് വരെ ആരും തയ്യാറായിട്ടില്ല. ഇന്ന് വിവരമില്ലാത്ത, മദ്രസയിൽ പോയിട്ടില്ലാത്ത, മലയാള പുസ്തകം വായിച്ചു പഠിച്ചിട്ടിരിക്കുന്ന ആളുകളെ കൊണ്ടിരുത്തിയിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുപ്പിച്ചിട്ട് അവര് പറയുന്നതാണ് റസൂലുള്ളാഹിയുടെ മതമെന്ന് പറയുമ്പോൾ അവർക്കെതിരെ സംസാരിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വിവരമുള്ള ആളുകൾ ഉണ്ടാകണം. അതുകൊണ്ട് ഇൽമു പഠിക്കണം. ആ ഇൽമു പഠിക്കാന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, രാത്രി ശവത്തെ പോലെ കിടന്നുറങ്ങിയിട്ട് പകൽ കഴുതയെ പോലെ പണിയെടുത്തിട്ട് ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ ആഖിറത്തിന്റെ ഒരു വിഷയം അറിയില്ല. ഒന്നും അറിയാത്തൊരു സാഹചര്യമാണ്. ഈ അടുത്ത സമയത്താണ് ഒരു സഹോദരി ചോദിച്ചു, പേൻ കൊന്നാം നോമ്പൂറിഞ്ഞു. പേനെ തലയിൽ കൊണ്ടുന്ന പേന്, ആ പേൻ നോക്കിയാ നോമ്പൂറിഞ്ഞു പോകുന്ന. അപ്പൊ അത്രത്തോളം ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് പിന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു പണ്ഡിതനാകണം, അല്ലെങ്കിലോ
ഇൽമ പഠിക്കുന്നവനാകണേ, ഇൽമ പഠിക്കുന്നവനാകണേ. ഇന്ന് ഇൽമ പഠിക്കാനുള്ള മനസ്സ് ചെറുപ്പക്കാർക്കുണ്ട്, പക്ഷെ നല്ല രീതിയിലാകണേ പഠിക്കേണ്ടത്. ഇൽമ പഠിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. എന്തിനാ ഇൽമ പഠിക്കുന്നത്? അവര് എവിടെയും ഓടി വന്നിട്ട് മസലകൾ ചോദിക്കും. എന്തിനെന്നറിയോ? പള്ളിയിലെ ഉസ്താദിനെ ഉത്തരം മുട്ടിക്കാനാണ്. അല്ലെങ്കിൽ ചായ കച്ചവടം ചെയ്യുന്ന ചായക്കടക്കാരന്റെ രാവിലെ അടുത്ത് വന്നിരുന്ന് ചായ ഒഴിക്കാൻ പറഞ്ഞിട്ട് അവനോട് ചോദിക്കുകയാണ്, മദ്ഹബിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചായ ഒഴിച്ചുകൊണ്ടെടുത്ത് ചോദിക്കുക, മദ്ഹബിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ലവനാണെങ്കിൽ ചായ മുഖത്തോട് ഒഴിച്ചു കൊടുക്കും. ചായക്കടക്കാരടുത്ത് എന്ന് ചോദിക്കാം മദ്ഹബിനെ പറ്റി. ഇവൻ എവിടെന്നോ 10 വാക്ക് പഠിച്ചു. അതിനു വേണ്ടിയിട്ടാ നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഇൽമ പഠിക്കുന്ന പണ്ഡിതന്മാരുടെ മുമ്പിൽ സാമർത്ഥ്യം കാണിക്കാനാ, പണ്ഡിതന്മാരുടെ മുമ്പിൽ സാമർത്ഥ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഔലിയുമാരി ബിഹിസുഫഹോ, അല്ലെങ്കിൽ ചായക്കടയിലെയും അതുപോലെ ഏതെങ്കിലും തൊഴിലാളികള് ഏതെങ്കിലും ഇൽമുമായിട്ട് വ്യാപൃതരാകാത്ത, പാണ്ഡിത്യവുമായി ഇൽമുമായിട്ട് നിരന്തരം ബന്ധപ്പെടാത്ത ഏതെങ്കിലും സാധാരണ ജോലിക്കാരനായ, സാധാരണ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ടവന്, അവൻ പഠിച്ച ഇൽമുകൾ കൊണ്ട് ജീവിച്ചു പോകുന്ന പാവപ്പെട്ടവന്റെ അടുത്ത് വന്ന് അവനോട് തർക്കിക്കാൻ വേണ്ടി ഇൽമു പഠിച്ചാൽ, അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ഇൽമു പഠിക്കുന്നവന് നീ കിടക്കുന്നത് എവിടെയാ? ഉഖ്റവിയായ ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവന് അള്ളാന്റെ സ്വർഗത്തിന്റെ പാതയാണെന്ന് പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മദ്രസയിൽ പോകുന്ന മോന്, അതുപോലെ ദർസിൽ പഠിക്കുന്ന മക്കള് ആ മാർഗത്തിലെങ്ങാനെ മരിച്ചുപോയാ സ്വർഗത്തിന്റെ വഴിയിലാ മരിച്ചു പോകുന്നത്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഈ മനുഷ്യന് പഠിച്ചത് ഉലമാക്കളോട് സാമർത്ഥ്യം കാണിക്കാനാ, പാവപ്പെട്ടവനോട് തർക്കിക്കാനാ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവന് നല്ല ഇൽമുള്ളവനാണെന്ന് കാണിക്കാനാ. അങ്ങനെ ഇൽമ പഠിക്കുന്ന ചെറുപ്പക്കാരാ, മുത്തുനബി ലോകത്തോട് വിളിച്ചു പറയുകയാ, അവന്റെ പ്രവേശന സങ്കേതം എവിടെയെന്നറിയോ? കത്തിയാളുന്ന നരകമാണല്ല അവന് കൊടുക്കുന്നതെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാകണം. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ പള്ളി ദറസ് അൽഹംദുലില്ലാ കുന്നിക്കോട് പുനലൊരു ഭാഗം അസൂയ തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ? എവിടെ നോക്കിയാലും അൽഹംദുലില്ലാ ഇൽമുമായി ബന്ധപ്പെട്ട് നല്ല പാണ്ഡിത്യമുള്ള പണ്ഡിത വേഷമൊന്നുമല്ല, സാധാരണയിൽ സാധാരണക്കാർക്ക് പോലും നല്ല വിവരമുണ്ട്. വിവരമുള്ള ആളുകളാ കുന്നിക്കോടുള്ളത്. ഞാനിത് വെറുതെ പറയല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദേശ രാജ്യമടക്കം ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇരുന്ന് കാണുന്ന ഈ ലൈവായിട്ട് ഇതിന്റെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ കേൾക്കുകയാണല്ലോ. നമ്മളെ നാളെയും പോകേണ്ട ജില്ലകളും സ്ഥലങ്ങളും ഒക്കെ അവിടേക്ക് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക. കൊല്ലം ജില്ലയിലെ ഈ കുന്നിക്കോട് പുനലൂർ ഭാഗങ്ങളിൽ കൂടുതൽ പള്ളികളും കൂടുതൽ ദർസി പാരമ്പര്യവും പണ്ഡിതന്മാരും ഒക്കെ ഉള്ള നാടുകളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ ഈ പഠിക്കുന്നത് നമ്മുടെ അജ്ഞത മാറണം. നമുക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കണം. ഒപ്പം അത് പഠിച്ചിട്ട് പാളയിൽ കെട്ടി വെക്കലല്ല, മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കണം.